നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. സംസ്ഥാനത്ത് മന്ത്രിമാരുടെയും മറ്റു ഭരണഘടനാ പദവിയിലുള്ളവരുടെയും പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ വാങ്ങുന്നതിന് സർക്കാർ പുതിയ നിബന്ധന കർശനമാക്കി. പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഓരോ വർഷവും തങ്ങൾ മറ്റു ജോലികൾക്കൊന്നും പോകുന്നില്ലെന്ന് തെളിയിക്കുന്ന തൊഴിൽ രഹിത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വില്ലേജ് ഓഫീസറാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഇത് സംബന്ധിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടുകൾ പലതവണ ആവർത്തിച്ചുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ വാങ്ങുന്ന പലരും മറ്റു ജോലികൾ ചെയ്ത് വരുമാനം നേടുന്നുണ്ടെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും AG ചൂണ്ടിക്കാട്ടിയിരുന്നു. 6 മാസം കൂടുമ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നായിരുന്നു AGയുടെ ശുപാർശയെങ്കിലും വർഷത്തിൽ ഒരിക്കൽ ലൈഫ് സർട്ടിഫിക്കറ്റിനൊപ്പം നൽകിയാൽ മതിയെന്ന് ധനവകുപ്പിന്റെ ഇപ്പോഴത്തെ ഉത്തരവ്. ഇനി ആർക്കൊക്കെ ബാധകം എന്ന് നോക്കാം. ഒന്നാമത് 70 വയസ്സിൽ താഴെയുള്ള പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻകാർ. രണ്ടാമത്തത് പേഴ്സണൽ സ്റ്റാഫിൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ വാങ്ങുന്നവർ. മൂന്നാമത്തത് 18 മുതൽ 25 വയസ്സ് വരെയുള്ള മറ്റു കുടുംബ പെൻഷനുകാർ. രാജ്യത്തിനകത്തോ പുറത്തോ സർക്കാർ സൗകര്യം, സഹകരണം, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി മറ്റു മേഖലയിലും ജോലി ചെയ്യുന്നില്ലെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി വില്ലേജ് ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഈ സർട്ടിഫിക്കറ്റ് ട്രഷറിയിൽ സമർപ്പിച്ചാൽ മാത്രമേ അടുത്ത വർഷം മുതൽ പെൻഷൻ തുടർന്ന് ലഭിക്കുകയുള്ളൂ. ഈ ഉത്തരവിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ യോജിക്കുന്നെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.